ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതേ ഈ ഒരു വേംസ് റെഡ് വേമാണ് കേട്ടോ, റെഡ് കളർ കട്ട റെഡ് വേംസ് നമ്മൾ ഇതും കൂടി നമ്മളൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ ഇതിലും ഓൾറെഡി മീൻ റിസൾട്ട് കിട്ടി ധാരാളം വെറൈറ്റി മീൻ പിടിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ സോൾട്ട് വാട്ടറിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ഒറ്റ ഞമ്പലിയൊക്കെ അടിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനെയും കൂടി വീഡിയോയിൽ ഒന്ന് കാണിക്കുന്നുണ്ട് ഓൾറെഡി. സ്പൈഡറിൽ നമ്മുടെ വെറും 150 ഗ്രാം മാത്രം റോഡ് വെയിറ്റ് ഉള്ള, അത്യാവശ്യം നമുക്ക് 5 to 14 ഗ്രാം ലൂർ കപ്പാസിറ്റി ഉള്ള, 6 to 14 ഗ്രാം ലൈൻ കപ്പാസിറ്റി ഉള്ള ഒരു മീഡിയം ലൈറ്റ് റോഡിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ റെക്സൺ. വെൽക്കം ടു മൈ ചാനൽ ടാക്ലേഡി സോസ്. അപ്പോൾ ടാക്ലേഡി സോസിൻ്റെ പുതിയൊരു വീഡിയോട്ട് എല്ലാ കൂട്ടരും സ്വാഗതം. വീഡിയോയിൽ നമ്മളത് സ്പൈഡറിൽ കനഡ ഒരു ഏറ്റവും പുതിയൊരു റോഡാണ് സ്പൈഡർ എന്ന് പറഞ്ഞൊരു മീഡിയം ലൈറ്റ് റോഡ് വരുന്നത്. 150 ഗ്രാമേ ഇതിൻ്റെ വെയിറ്റ് ഉള്ളൂ. റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓൾറെഡി നമ്മളിത് വെച്ചിട്ട് ഫിഷിങ് ചെയ്യണം. നമ്മൾ ഇവിടെ അല്ല ഫിഷിങ് ചെയ്യണം, സോൾട്ട് വാട്ടറിലാണ്. ഇനിയിപ്പോൾ നോമ്പിൻ്റെ ടൈം ആണെങ്കിൽ ബ്രാല് പിടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇത് വീട്ടിലാരും കഴിക്കില്ല. അപ്പോൾ നമ്മൾ ഇനി മുതൽ പൈന സോൾട്ട് വാട്ടറിലും കൂടി ഒരു 3 ദിവസം സോൾട്ട് വാട്ടറിൽ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കൂടെ ഫിഷിങ് പഠിക്കാൻ താല്പര്യമുള്ളവർ നമ്മൾ കൂടെ പോയിട്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് ഈ റോഡ് കേട്ടോ, സ്പൈഡർ. ഇതുണ്ട് സ്പൈഡർ 702 ml. ഓൾറെഡി അതിൽ എഴുതിയിട്ടുണ്ട് SS. ഇതുണ്ട് സൂപ്പർ സ്ലിം ബ്ലാങ്ക്, നല്ല തിന്നായിട്ടുള്ള കിടക്കാച്ചി ഒരു ബ്ലാങ്കാണ് വന്നേക്കുന്നത് കേട്ടോ. പിന്നെ അതേ ഓൾറെഡി നല്ല അടിപൊളി അട്രാക്റ്റീവ് ആയിട്ടുള്ള റീൽ സീറ്റിൽ ഓൾറെഡി ലുക്കാനെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേ ബോട്ടം സൈഡ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ബോട്ടം സൈഡ്. മൊത്തം 8 ഗൈഡ് ഇതിൽ വന്നിട്ട് ടോപ്പ് സെക്ഷൻ കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിൽ എക്സ്ട്രാപ്പിംഗ് കാർബണിൻ്റെ എക്സ്ട്രാപ്പിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഓൾറെഡി ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇത് 702 മീഡിയം ലൈറ്റിൽ 5 to 14 ഗ്രാം ലൂർ വെയിറ്റ് ഉണ്ട്, 6 to 14 ഗ്രാം ലൈൻ വെയിറ്റും ഉണ്ട്. 150 ഗ്രാം റേഞ്ചിൽ നമുക്ക് അത്യാവശ്യം ലൂർ ഫിഷിങ്ങിനും ലൂർ കാസ്റ്റിങ്ങിനും ഒക്കെ പറ്റിയൊരു കിടുക്കാച്ച റോഡാണിത്. അല്ല, ഞാൻ ഓൾറെഡി ഇതിൽ യൂസ് ചെയ്തിട്ട് മീൻ പിടിച്ചതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കേണ്ടത്. നമ്മൾ ഓൾറെഡി ഇതൊരു 3 ദിവസം കൊണ്ടുപോയായിരുന്നു. ലൈറ്റ് റേഞ്ചിലുള്ള ലൂർ ഫിഷിംഗ് കളികൾക്ക് എല്ലാത്തിനും പറ്റിയ റോഡാണ്. അത്യാവശ്യം സ്നേക്കഡ് ഫിഷിങ്ങിനും പറ്റും. നമുക്ക് ഓൾറെഡി ഇതിൽ ബ്രാല് കിട്ടിയായിരുന്നു, ഞാൻ റിലീസ് ചെയ്ത്. അതിൻ്റെ സ്ട്രൈക്ക് കാര്യങ്ങളും കിട്ടിയില്ല. അതിൻ്റെ വീഡിയോ നമ്മളിതിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. തിന്നസ് കണ്ട വളരെ തിന്നാണതുള്ളത്. നമ്മുടെ കയ്യിൽ സുഖമായിട്ട് ഒത്തും. അതാണ് നമ്മൾ സ്ഥിരം പറയാറുള്ള ഒരു കാര്യമാണ്. കുറേ നേരം ചൂണ്ട കയ്യിലെടുക്കുമ്പോൾ കൈവേന എടുക്കുന്ന ആംഗ്ലേഴ്സ് ഉണ്ട്. അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന സൈസ്, അത്യാവശ്യം ഒരു ഇടത്തരം സൈസുള്ള ഒരാൾക്ക് കൈപ്പിടിയിൽ ഒതുങ്ങി കുറച്ചധികം നേരം കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൈസ് നല്ല കിടുക്കാച്ചയായിട്ടുള്ള റോഡാണ് ഇത്. റീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലുക്കാനഡ കൊമോഡോ 1000 എന്ന് പറയുന്ന റീലിട്ടാ. അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള ഒരു റീലാണ്. 10 കിലോ ഡ്രാഗ് അതുണ്ട്. 247 ഗ്രാമേ ഈ റീലിന് വെയിറ്റ് വരുന്നുള്ളൂ. 5+1 ബോൾ ബെയറിങ്, ഇൻസ്റ്റൻറ്റ് ആൻറ്റി റിവേഴ്സ്, അലുമിനിയം സ്പൂള്, ഗ്രാഫൈറ്റ് ബോഡി, നല്ല അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ള ബെയിലാം. പിന്നെ നല്ല കിടുക്കൻ ഡ്രാഗ് സൗണ്ട്, കിടുക്കാച്ചി ഡ്രാഗ് സൗണ്ട് വേണ്ട. ഡ്രാഗ് സൗണ്ടൊക്കെ നല്ല കിടുക്കാച്ചി സൗണ്ടാണ്. പിന്നെ പവർ നോബ്, വലിപ്പമുള്ള സൈസ് പവർ നോബ്, നമുക്ക് പെട്ടെന്നൊക്കെ റിട്രീവ് ചെയ്തെടുക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സൈസിലുള്ള ഒരു പവർ നോബ്. ധാരാളം ഫെസിലിറ്റീസ് അല്ല, ഇത് 8+1 സീൽഡ് ബെയറിംഗ് ആണ്. അത്യാവശ്യം സോൾട്ട് വാട്ടർ പർപ്പസിനും കൂടി അൾട്രാ ലൈറ്റ് യൂസുകൾക്ക് പറ്റിയ ഒരു റീലാണത്. അത്യാവശ്യം കട്ടപ്പെടുത്താൻ നമുക്ക് ചെറുമീൻ വരെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു അനക്കവും ഇല്ലാണ്ട് മീൻ പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതേ റോഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് സ്പൈഡർ കൊമോഡോ 1000 ഒരു സെറ്റപ്പാണ് നമ്മൾ എടുത്തേക്കണം. നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന ഇവിടെ എല്ലാം ഓൾറെഡി പറഞ്ഞായിരുന്നു. സോൾട്ട് വാട്ടറിലേക്ക് പോണത് നമ്മൾ കൂട്ടുകാരൻ്റെ വീട്ടിൽ സാധനം കൊടുക്കാൻ വേണ്ടി പോയത്. ഉച്ചക്കാണ് തക്കം. നമ്മൾ ഉച്ചക്ക് ഒരു 2.5 മണിക്കൂർ ഗ്യാപ്പ് എടുത്തേക്കണേന്. നമുക്ക് എന്തായാലും ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം സോൾട്ട് വാട്ടറിൽ. വേറെ ഒന്നുമല്ല, വറ്റ, പാലാങ്കണ്ണി, ചെമ്പല്ലി അങ്ങനെയുള്ള മീനുകളാണ് ലക്ഷ്യം. ഇടത്തരം സൈസ് ഇട്ടാണ്, വലിയ സൈസിനൊന്നും നമ്മൾ ട്രൈ ചെയ്യുന്നില്ല. കാരണം മീഡിയം ലൈറ്റ് ടാക്കിൾസ് ആയിട്ടാണ് ഓൾറെഡി നമ്മൾ പോണത്. വേണ്ടതേ ഇത്രയും ചെറിയൊരു ടാക്കിൾസ് ആയിട്ടാണ് നമ്മൾ പോണത്. നമുക്ക് എന്തായാലും മീൻ കിട്ടുമോ നോക്കാം. ഇനി മീൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിലും നമുക്ക് ഓൾറെഡി മീൻ കിട്ടിയ ഇന്നലെ ഈ റോഡ് യൂസ് ചെയ്ത് മീൻ കിട്ടിയ ക്ലിപ്സ് വീഡിയോസ് നമ്മുടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ക്ലിപ്പ് ആഡ് ചെയ്തിട്ട് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ചെറിയൊരു സ്ട്രൈക്ക് ആണെങ്കിലും ചെറിയൊരു മീൻ കിട്ടിയാലും നമ്മൾക്ക് ആ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. കാരണം ഒരു മുട്ടിൽ 10 പേരൊക്കെ വെച്ച് ഇടുന്നത്. എറണാകുളമുള്ള സ്ഥലം അറിയാമല്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റികൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. 10 പേര് ഇങ്ങനെ വീഡിയോ എടുത്ത് അവർ ഓടിക്കും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് കിട്ടണത് എന്തായാലും റിസൾട്ട് എന്തായാലും ലൂറും സാധനങ്ങളും കാര്യങ്ങളും നിങ്ങളായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. ഓക്കെ, ഇതിൽ മീൻ കിട്ടുകയാണെങ്കിൽ അതും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കണ്ട വേംസ് ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു മേഖല തന്നെ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ അത് വളരെ അപൂർവം വരെ ചെയ്യുന്നുണ്ട്. അവർക്ക് മീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ
വേംസിൻ്റെ ഒരു യൂസും കൂടി നമ്മുടെ ചാനലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. വേംസ് ഫിഷിങ് കേട്ടോ. അതെ, ഇത് 4 രൂപയുടെ വേമാണ്. ഇത് തന്നെ 50 രൂപ 40 രൂപ വരെയുള്ള വേംസ് ഉണ്ട്. പക്ഷേ റിസൾട്ട് പലതിനും പലതായിരിക്കും. ചെറിയ സൈസ് ജിഗഡുകൾ 2 ഗ്രാം 4 ഗ്രാം 5 ഗ്രാം 1.5 ഗ്രാം 1/2 ഗ്രാം ആ റേഞ്ചിലൊക്കെ ഇട്ടിട്ട് വലിച്ചാൽ പെട്ടെന്ന് പറഞ്ഞ് മീനടിക്കും. കാരണം ഇതൊന്നും ആരും യൂസ് ചെയ്യില്ല. ഇതൊന്നും ആരും ഇവിടെ കൊണ്ടുവരേയില്ല. അടിക്കാൻ അടി മുഴുവൻ നിങ്ങൾക്കായിരിക്കും, കിട്ടണ മീൻ മുഴുവൻ നിങ്ങൾക്കായിരിക്കും. ഓക്കെ, വേംസ് ഫിഷിങ്ങിൽ നമുക്കധികം ദൂരെ കാസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അടുത്തുനിന്ന് തന്നെ മീനടിക്കും മിക്കപ്പോഴും. വേംസ് ഉപയോഗിച്ചുള്ള ഫിഷിങ്ങിൽ എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ആക്ഷനിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മീനടിച്ച് കയറിയിരിക്കുന്നത്. കെട്ടിൻ്റെ മറുകിട എന്ന് പറയുന്ന ഭാഗത്ത് അതിൻ്റെ വായലായിട്ട് തന്നെ എപ്പോഴും ചെമ്പല്ലി, വറ്റ അങ്ങനെയുള്ള മീനുകളുണ്ട്. അതിന് വേണ്ടിയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. സ്പൈഡർ 70 ടെൻഡർ റോഡ് ഉണ്ടല്ലോ, കനഡ മീഡിയം ലൈറ്റ് ഇട്ടാൽ. അതേ സ്പൈഡർ റോഡിൽ അടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. അധികം വലിപ്പമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇതിലടിക്കണില്ല. ഇവന്മാർ സ്ഥിരം ചെറിയ സൈസാണ് നിൽക്കുന്നത്. ചെറിയൊരു ബെയ്റ്റിലും അടിക്കണം. മീഡിയം ലൈറ്റ് ടാക്കിളാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു മീഡിയം ലൈറ്റിൽ ഊറുകൾ കാസ്റ്റ് ചെയ്യാനായിട്ട് ഇടത്തര സൈസ് മീനുകൾക്ക് പറ്റിയ ഒരു ടാക്കിളാണ്. ആവശ്യത്തിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമ്മൾ 0.8 ഗ്രാം 1 ഗ്രാം ആ റേഞ്ചിലുള്ള ചെറിയ ജിഗഡാണ് കാസ്റ്റ് ചെയ്തിട്ട്. ഓക്കെ, നമ്മുടെ ഈ സീസണിൽ 2ാമത്തെ ദിവസമുണ്ട് സോൾട്ട് വാട്ടറിൽ. അപ്പോൾ സോൾട്ട് വാട്ടർ ഫിഷിങ് താല്പര്യം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഒപ്പം ഒരുമിച്ച് പഠിക്കാം കേട്ടോ. ഓക്കെ, ഇതാണ് മീനിട്ടാ. റോഡ് ഇത് സ്പൈഡർ കേട്ടാ. ഓക്കെ, നോക്കി കാസ്റ്റ് ചെയ്തോട്ടെ. പാലാങ്കണ്ണിയുണ്ട്. എന്തിയായിട്ട് കടി നോക്കി. കനഡ സ്പൈഡർ കേട്ടോ. അതിൽ കിടുക്കാജി കണ്ണി അടിച്ചിട്ടുണ്ട് കേട്ടോ. 1/2 കിലോ റേഞ്ചിൻ്റെ മേലുണ്ട്. 1 കിലോ ജിഗഡ യൂസ് കേട്ടോ. കൊമ്മോടോ 1000 സൈസ് റീ. ഓക്കെ, സ്പൈഡറിൻ്റെ ഉള്ളിൽ നമ്മുടെ കണ്ണിയാണ്. 1/2 കിലോ റേഞ്ചിൻ്റെ മേലുള്ള
ലൂവേഴ്സ് ഇറക്കമാണ്. അപ്പോൾ ഇത് ഫ്ലോട്ടിംഗ് ലൂർ ആയതുകൊണ്ട് നമുക്കിവിടെ കല്ലുണ്ട് കേട്ടോ അത്യാവശ്യം. അപ്പോൾ കല്ലിൻ്റെ മുകളിൽ കൂടി വലിച്ചിട്ട് ഉടക്കിയാലും നമുക്ക് ഇട്ട് കൊടുത്താൽ ഇങ്ങനെ പൊന്തി വരും. മാക്സിമം തുടങ്ങണ ആളുകൾ ഇതുപോലെയുള്ള ഫ്ലോട്ടിംഗ് ലൂറുകൾ അധികം ഡെപ്ത് പോകാത്തത് വലിച്ചാൽ നല്ലതായിരിക്കും. നമുക്ക് തുടക്കം തന്നെ ലൂർ ഉടക്കി പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറയാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ടിച്ച് ചെയ്ത് കൊടുത്താൽ ഡബിൾ റിസൾട്ട് ആയിരിക്കും. നമുക്ക് അടുത്ത വറ്റ അടിച്ചിട്ടുണ്ട് കേട്ടോ. സ്പൈഡർ റോഡിൽ നമുക്ക് അടുത്ത വറ്റ അടിച്ചിട്ടുണ്ട്. ടൈനി 52 അടിച്ചേക്കണം. അതേ കൊമോഡോ 1000 സൈസ് റീൽ കേട്ടോ. ഓക്കെ, സ്പൈഡർ റോഡിൽ നമ്മുടെ മൂന്നാമത്തെ വറ്റ അടിച്ചിട്ടുണ്ട് കേട്ടോ. അതേ റബ്ബറിൻ്റെ മണ്ടയിൽ അടിച്ചേക്കണം. 1.5 ഗ്രാം ജിഗ് ഇട്ടിട്ടോ. അൾട്രാ ലൈറ്റ് നമുക്ക് റോഡ് അൾട്രാ ലൈറ്റ് ഒന്നുമല്ല, മീഡിയം ലൈറ്റാണ്. എന്നാലും അൾട്രാ ലൈറ്റ് വർക്ക് ചെയ്യേണ്ടത് നല്ല അടിപൊളിയായിട്ട്. ഓക്കെ, അപ്പോൾ സ്പൈഡർ റോഡിൽ മണ്ണര വലിക്കണതിൻ്റെ ഇടയിൽ ഒരു കരിമീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അവനെ റിലീസ് ചെയ്യാം.